ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് കഴിഞ്ഞ 41 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് മുന്നിൽ കൈമലർത്തുകയാണ് സംസ്ഥാന സർക്കാർ. തങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കേന്ദ്രത്തോട് പോയി ചോദിക്കൂ എന്നാണ് സർക്കാരിൻ്റെയും CPIM-ൻ്റെയും സൈബർ ബുദ്ധികേന്ദ്രങ്ങളുടെയും വാദം. CITU ആകട്ടെ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ ബദൽ സമരവും നടത്തുന്നു. ഈ ന്യായീകരണ തൊഴിലാളികളുടെ ശ്രദ്ധ 2015-ലെ CITU-വിൻ്റെ സമരത്തിലേക്ക് ക്ഷണിക്കുന്നു. വേതന വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ വീട് ഉപരോധിച്ചു. ഡിസംബറിൽ ഇവർ നടത്തിയ രാപ്പകൽ സമരത്തെ തുടർന്ന് സർക്കാർ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിന്മേൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച സമരം 10 മണിക്ക് അവസാനിച്ചു. ഓണറേറിയം വർധനവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് CITU അന്നത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ സമരമാണിത്. അപ്പോൾ ഓണറേറിയം വർധനവ് ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ് എന്ന് അന്നത്തെ CITU-വിന് അറിയാം. നിങ്ങൾ എന്തിനാണ് ഇവിടെ സമരം ചെയ്യുന്നത്, രാജ്ഭവനിലേക്ക് പോകൂ എന്ന് CPIM-ഓ ഇടത് സഹയാത്രികരോ CITU-വിനോട് അന്ന് ആക്രോശിച്ചില്ല. ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാധ്യമങ്ങളോട് പറയുന്നത് കേൾക്കൂ. കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം ഫീൽഡിലെ ഫോൺ കാശ് പോലും. വേറെ ഒരുപാട് ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് സേവനങ്ങൾ. ഈ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫോൺ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതെ, ഒരു മരണമാണെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അന്ന് റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ മാസത്തെ ഓണറേറിയം കിട്ടാറില്ല. തുച്ഛമായ ഓണറേറിയം കൊണ്ട് ജീവിക്കാനാകുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. 2015-ൽ 1000 രൂപയ്ക്ക് ജീവിക്കാനാകില്ലെങ്കിൽ 2025-ൽ 7000 രൂപ കൊണ്ടും ജീവിക്കാനാകില്ല. ഈ 10 വർഷത്തിനിടയിൽ വിലക്കയറ്റവും ചാർജ് വർധനവുകളും നികുതി വർധനവുകളുമെല്ലാം 10 മടങ്ങാണ്. ആശമാരുടെ ജോലിഭാരവും വർദ്ധിച്ചു. ദുരിതപർവം താണ്ടിത്തളർന്നവർ ആനുപാതികമായ വർധനവ് മാത്രമാണ് ഇന്ന് ചോദിക്കുന്നത്. ഈ സമരത്തിൻ്റെ നീതി മനസ്സിലാക്കുവാൻ 2015-ലെ ഈ ദൃശ്യങ്ങൾ ഓർത്തെടുത്താൽ മാത്രം മതിയാകും. 2015-ൽ ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടിയോടും ശിവകുമാറിനോടുമാണെങ്കിൽ 2025-ൽ അത് ആവശ്യപ്പെടേണ്ടത് പിണറായി വിജയനോടും വീണ ജോർജിനോടും തന്നെയാണ്.